പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 3 തവണയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി ജനങ്ങളെ കേണപേക്ഷിക്കുന്ന കാഴ്ച കാണുന്നത്. ആദ്യം തന്നെ കർത്താവ് ശിമയോൻ്റെ വീട്ടിലേക്ക് അമ്മായിയമ്മ കലശലായ പനി പിടിച്ച് കിടപ്പായിരിക്കുന്നുവെന്നറിഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അവനോട് സഹായം അപേക്ഷിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഈ ജനം മുഴുവനും അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് സഹായം അപേക്ഷിച്ചു എന്ന് പറഞ്ഞ് 1-ാമത്തെ തവണ നമ്മൾ കാണും. 2-ാമത്തെ തവണ കർത്താവിൻ്റെ അടുത്ത് അവൻ്റെ കരുണയുടെ കീഴിലേക്ക് അവിടെയുള്ള ഓരോ രോഗികളെയും കൊണ്ടുവന്ന് അവൻ കൈകൾ വെച്ച് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ കൊണ്ടുവന്നു. അവൻ അവരെ എല്ലാവരെയും സുഖപ്പെടുത്തി. 3-ാമത്തെ കാര്യം, ഈശോ അവിടെയുള്ള തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് വചനപ്രഘോഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് തങ്ങളെ വിട്ടു പോകരുതേ എന്ന് അവരവനോട് സഹായം അപേക്ഷിച്ചു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം അത് തന്നെയാണ് പറയണത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നും ആശ്രയിക്കുന്നു. ഇത് ലൈഫിന് തരാൻ പോകുന്നൊരു ബലമുണ്ട്. എപ്പോഴൊക്കെ നമ്മളിങ്ങനെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുവോ ആ സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ പിന്നെ സ്വർഗമേറ്റെടുക്കുന്നുണ്ട്. പിന്നെ കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. വചനം പറയണത് പോലെ കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് ഉളിയിട്ട് പോയാലും, ഇങ്ങനെ ചിറകടിച്ചുയരാനും മാത്രം സർവശക്തൻ്റെ തണലിൽ കഴിയുന്ന മനുഷ്യർക്ക് ശക്തി ലഭിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. 121-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശം ഇരുണ്ടുപോയാലും സൂര്യൻ കരിയായി പോയാലും ചന്ദ്രൻ പ്രകാശം തന്നില്ലെങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവില്ലെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും ഇടതുവശത്ത് 1000-ങ്ങളും മരിച്ചു വീണാലും. അത് 91-ാമത്തെ സങ്കീർത്തനം നമുക്ക് മനപ്പാഠമാണ്. ഇങ്ങനെ എത്രയോ വചനങ്ങൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന മനുഷ്യരിലേക്ക് ജീവിതത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞു കിട്ടുന്നത് കാണാൻ പറ്റും. കുടുംബത്തെ മുഴുവൻ അവിടുത്തെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുക. ദിവസത്തിൽ 1 തവണയെങ്കിലും ആ പ്രാർത്ഥന ചൊല്ലാൻ മറന്നു പോകരുത്. നിർബന്ധിക്കുന്നതല്ല, പക്ഷേ ഇതിലും മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകൾ കുറവാണ്. അതുകൊണ്ടാണ് കർത്താവെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കയ്യിലിട്ടിരിക്കുന്നൊരു പ്രാർത്ഥന യേശുനാമജപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. വചനം പറയണത് അതാണ്. 52-ാമത്തെ സങ്കീർത്തനമാണ് പ്രതിവചന സങ്കീർത്തനമായിട്ട് നമ്മൾ ആവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നും ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്നവരുടെ ബലം കർത്താവാണെന്ന്, അങ്ങനെ ആശ്രയിക്കുന്നവരുടെ ശക്തി കർത്താവാണെന്ന് വചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെ ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയോ, ആരൊക്കെ മറ്റൊന്നിലും ആശ്രയിക്കാതെ എൻ്റെ കർത്താവെ നീ മാത്രമാണ് അഭയം എന്ന് പറഞ്ഞ് നമ്മളെ ജീവിതം സമർപ്പിച്ചോ, അവിടുത്തെ കരുണയിൽ മാത്രമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുത്തോ, ആ സമയത്ത് അവർക്കൊക്കെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികൾ കുറെ കൂടെയൊക്കെ എളുപ്പമായിരുന്നു, സന്തോഷം നിറഞ്ഞതായിരുന്നു, അനുഗ്രഹപൂർണമായിരുന്നു. കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച് ഇന്നത്തെ ദിവസം ഒരുമിച്ചിരുന്ന്, അധികം സമയമൊന്നും എടുക്കില്ല, ഈ ഒരു ആരാധന സമാപിക്കുന്ന നേരത്ത് കരം പിടിച്ചിരുന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് അവിടുത്തെ കാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എല്ലാ ദിവസവും ജപമാല കഴിയുമ്പോൾ ഒറ്റ രഹസ്യം മതിയെന്നേ. ഇത് പേഴ്സണൽ പ്രെയറാണ് ശരിക്കും. എന്നാലും എല്ലാവരും കൂടി കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നൊരു നേരത്ത് കിട്ടാൻ പോകുന്ന വലിയൊരു ബലമുണ്ട്. അവിടുത്തെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ വഴികളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കുടുംബത്തിൽ അനുഭവിക്കാൻ പോകുന്ന വലിയ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. കർത്താവിൻ്റെ കരുണ നമ്മളെ നയിക്കട്ടെ എന്നും അവിടുത്തെ കാരുണ്യത്തിൽ നമ്മൾ ആശ്രയം വെച്ച് ജീവിക്കാനാവട്ടെ എന്നും ഒന്ന് പ്രാർത്ഥിക്കണം നമുക്ക്.
കർത്താവിൻ്റെ കരുണയിലേക്ക്. കർത്താവെ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കൃപയാണ് എല്ലാറ്റിലും പ്രധാനമെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏറ്റവും അവസാനം അവിടുത്തെ കാരുണ്യത്തോടു കൂടെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം മുന്നോട്ട് പോവില്ല. കർത്താവെ, കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ, ഞങ്ങളുടെ ബന്ധങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഓരോ വഴികളുടെയും മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ജോലിയുടെ മേൽ, ഞങ്ങളുടെ പഠനാവസ്ഥകളുടെ മേൽ ഈശോയെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ കാരുണ്യത്തിലേക്ക് ആശ്രയിക്കുക. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പോലെ പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുക. അവിടെ അവൾക്ക് വേണ്ടിയിട്ട് സഹായം അപേക്ഷിച്ച ജനക്കൂട്ടത്തിൻ്റെ വാക്ക് കേട്ടിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടക്കണത്. ശരിക്കും ആ വാക്ക് കേട്ടിട്ട് കർത്താവ് ശിമിയോൻ്റെ വീട്ടിലേക്ക് വരുന്നു, അമ്മായിയമ്മയെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്നു. അടുത്തത് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഈ രോഗികളായിട്ടുള്ള ഓരോരുത്തരെയും അവർ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അവൻ എല്ലാവരെയും സുഖപ്പെടുത്തുന്നു. അതുള്ള കാര്യമാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ആരെയൊക്കെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നോ ആ സമയത്തൊക്കെ അവർ ബലം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ ദൂരത്ത് പഠിക്കാൻ പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ ജോലിക്ക് പുറം നാടുകളിലാണോ? ചിലരെങ്കിലും നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ രോഗക്കിടക്കയിലാണോ? ചില പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടോ? കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് അവരെ ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഈ രാത്രിയിൽ തന്നെ അവർക്ക് അവിടെ ഇങ്ങനെ അനുഭവം കിട്ടുന്നത് അറിയാൻ പറ്റും. പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. ഈ ഒരു സുവിശേഷ ഭാഗം നമുക്ക് തരുന്ന പ്രത്യാശ വലുതാണ്. കാരണം അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന എല്ലാവരെയും അവൻ തൊട്ട് സുഖപ്പെടുത്തി. അവരുടെ പ്രാർത്ഥന കേട്ടിട്ടെ ആ കാരുണ്യത്തിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് 4 പേര് ആ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ കർത്താവിൻ്റെ മുൻപിലേക്ക് ഇറക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ. ആ സമയത്ത് അവരുടെ വിശ്വാസം കണ്ട് അവൻ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ കാരുണ്യത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഇറക്കി കൊടുക്കാൻ, ചേർത്ത് വയ്ക്കാൻ ഈ ഒരു രാത്രി ഉപകരിക്കട്ടെ. അവൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കാനായിട്ട് ഈ കരം പിടിച്ചുള്ള പ്രാർത്ഥന, കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സഹായിക്കട്ടെ. ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ, താഴ്മയോടുകൂടെ അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഈ നിമിഷം മുതൽ നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മുടെ കുടുംബത്തിൻ്റെയും, പ്രിയപ്പെട്ടവരുടെയും, ഈ ലോകം മുഴുവൻ്റെയും മേൽ കർത്താവെ കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.